ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ ഇൻ വൺ യൂട്യൂബ് ചാനൽ എത്തിക്സ് യൂസിങ് കോമൺ സെൻസ് സീരീസ്. സോ നമ്മൾ ഇന്ന് ഹ്യൂമൻ വാല്യൂ സീരീസിൻ്റെ ഡിസ്കഷൻ കണ്ടിന്യൂ ആയിരിക്കും. സോ ഞങ്ങൾ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക് ഈസ് ഫോർട്ടിറ്റ്യൂഡ്. സോ ഒരു PYക്ക് ചോദ്യം കൂടിയാണ്, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഡിസ്കഷനിലോട്ട് കിടക്കാം. സോ ജ്യോതിഷ്, എന്താണ് ഫോർട്ടിറ്റ്യൂഡ്? ഫോർട്ടിറ്റ്യൂഡിനെ പറ്റി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ നമ്മൾ കാണിക്കുന്ന ധൈര്യത്തിനെയാണ് ഫോർട്ടിറ്റ്യൂഡ് എന്ന് പറയുക. ഇതിലൂടെ നമുക്ക് പ്രതീക്ഷ കൈവിടാതെ ആ ഡേഞ്ചർ സിറ്റുവേഷൻ തരണം ചെയ്യാനും സാധിക്കും. ഓക്കെ. സോ അതാണ് ഫോർട്ടിറ്റ്യൂഡ്. നമുക്ക് ഡെഫിനിഷൻ ഇങ്ങനെ എഴുതാം: ഇറ്റ് ഈസ് എ കറേജ് ഇൻ പെയിൻ ആൻഡ് അഡ്വേഴ്സിറ്റി. ഇറ്റ് ഈസ് എ ക്വാളിറ്റി ദാറ്റ് ഹെൽപ്സ് വൺ ടു എൻഡ്യൂർ ഹാർഡ്ഷിപ്പ് വിത്തൗട്ട് ലോസിങ് ഇൻറ്റഗ്രിറ്റി ഓർ ഹോപ്പ്. സോ നമുക്ക് എക്സാമ്പിൾസിലോട്ട് കിടക്കാം. സോ ജ്യോതിഷ്, പേഴ്സണൽ ലെവൽ എക്സാമ്പിൾ. പേഴ്സണൽ ലെവൽ എക്സാമ്പിൾ ആണെങ്കിൽ, ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു പബ്ലിക് സ്പേസിൽ ഒരു അബ്യൂസ് നേരിടുകയാണ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ അദ്ദേഹം കാണിക്കുന്ന കറേജ്, അതിന് റിയാക്ട് ചെയ്യുന്നു, അതിനെ ഫോർട്ടിറ്റ്യൂഡിന് ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. സോ പേഴ്സണൽ ലെവൽ എക്സാമ്പിൾ എല്ലാം കണ്ടു. നമുക്ക് ഹിസ്റ്റോറിക്കൽ ലെവൽ എക്സാമ്പിളിലോട്ട് പോവാം. ഓക്കെ. ഹിസ്റ്റോറിക്കൽ ലെവലാണെങ്കിൽ, ഇപ്പോൾ 1857 റിവോൾട്ടിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. അപ്പോൾ മിലിറ്ററി ക്യാമ്പിൽ ഒരുപാട് അഡ്വേഴ്സിറ്റീസ് അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പോഴും ധൈര്യത്തോടെ അതിനെതിരെ പ്രതികരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ മംഗൾ പാണ്ഡെ ഫോർട്ടിറ്റ്യൂഡിനൊരു എക്സാമ്പിളാണ്. നമുക്കിനി അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാമ്പിൾ നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാമ്പിളിൽ ഇപ്പോൾ 2019 ഇന്ത്യ പാകിസ്ഥാൻ സ്റ്റാൻഡ് ഓഫിൽ അഭിനന്ദൻ വർത്തമാൻ ഫൈറ്റർ പൈലറ്റാണ്. അദ്ദേഹം ലാൻഡ് ചെയ്തത് പാകിസ്ഥാൻ ടെറിട്ടറിയിലാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫോർട്ടിറ്റ്യൂഡ് എന്ന ക്വാളിറ്റി ആ ഡേഞ്ചർ സിറ്റുവേഷനിലും കറേജ് കാണിച്ചു. അങ്ങനെ അത് ഓവർകം ചെയ്ത് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. ഓക്കെ, അതായിരുന്നു നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാമ്പിൾ. സോ നമുക്കിനി കണ്ടംപററി ലെവൽ എക്സാമ്പിളിലോട്ട് പോവാം. കണ്ടംപററി ലെവൽ എക്സാമ്പിൾ, ഇപ്പോൾ തെലുങ്കാനയിലെ ഒരു ഇൻസിഡൻറ്റ് പറയാം. തെലുങ്കാനയിലുള്ള ഒരു സാധാരണ ഒരു പോലീസ് കോൺസ്റ്റബിൾ, അപ്പം നവീൻ കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഒരു ഫയർ ആക്സിഡൻറ്റിൽ 40ഓളം പേരെ അദ്ദേഹം രക്ഷപ്പെടുത്തി ആ ഒരു സിറ്റുവേഷനിൽ. അതിനുശേഷം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കാല് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. പിൽക്കാലത്ത് നമ്മുടെ രാജ്യം ജീവൻ രക്ഷാ പതക്ക് കൊടുത്ത് അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. അപ്പോൾ അത് ഫോർട്ടിറ്റ്യൂഡിന് ഭയങ്കര ഒരു നല്ല എക്സാമ്പിളാണ്. ഓക്കെ. സോ അതായിരുന്നു നമ്മുടെ കണ്ടംപററി ലെവൽ എക്സാമ്പിൾ. ഇനി ഒരു സർപ്രൈസ് ഉണ്ട്, നമ്മളൊരു ഇൻ്റർനാഷണൽ ലെവൽ എക്സാമ്പിളും കൂടി നൽകുന്നതായിരിക്കും. ഓസ്കാർ ഷിൻലേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഷിൻലേഴ്സ് ലിസ്റ്റ് എന്നുള്ള മൂവി സെക്കൻഡ് വേൾഡ് വാറുമായിട്ട് അനുബന്ധിച്ചിറങ്ങിയ ഒരു മൂവിയാണത്. ഇദ്ദേഹം ജർമ്മനിയിലെ മികച്ചൊരു ഇൻഡസ്ട്രിയലിസ്റ്റാണ്. ഇദ്ദേഹം ഒരുപാട് ജ്യൂസിനെ അദ്ദേഹത്തിൻ്റെ ഇൻഡസ്ട്രിയിൽ എംപ്ലോയ് ചെയ്യുകയും ഇതിന് ശേഷം അവരുടെ റെക്കോർഡ്സ് ഫോൾസിഫൈ ചെയ്തു. അതായത് നാസി ജർമൻസിൻ്റെ ജ്യൂസിനെതിരെയുള്ള അട്രോസിറ്റീസ് തടയാൻ വേണ്ടിയിട്ടാണ് ഈ റെക്കോർഡ്സ് എല്ലാം ഫോൾസിഫൈ ചെയ്തത്. അപ്പോൾ അത് ഓസ്കാർ ഷിൻലേഴ്സ് വലിയൊരു എക്സാമ്പിളാണ്. ഫോർട്ടിറ്റ്യൂഡ്. സോ അതായിരുന്നു നമ്മുടെ ഫോർട്ടിറ്റ്യൂഡിൻ്റെ സെഷൻ. സോ നോട്ട്സിനായിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഫോളോ ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.